ഇന്നൊരു തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയൊക്കെ ചോദിക്കാറുണ്ട്, ഓ ഈ രാവിലെയും രാത്രിയൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല പൈസയൊക്കെ കയ്യിൽ കാണുമല്ലോ അല്ലേന്ന്. പക്ഷേ അവർക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. എൻ്റെ 2 കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ജോലിക്ക് ഇറങ്ങിയത് കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യമുള്ള അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. കാരണം പല സാഹചര്യങ്ങളിലും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്, മനുഷ്യന് ബന്ധങ്ങളേക്കാൾ കൂടുതൽ പണത്തിന് തന്നെയാണ് പ്രാധാന്യം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ആരും ഡിപ്പെൻഡ് ചെയ്യരുത്, ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി വാങ്ങിക്കുക, നമ്മൾ ജീവിതത്തിൽ ഒന്നിനെ വില കുറച്ച് കാണാതിരിക്കുക. ഞാൻ അവരെ നല്ല മനുഷ്യരായിട്ട് വളർത്താനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ നിങ്ങളുടെ കടുത്ത സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്, സമയം രാത്രി 11:30. അപ്പോൾ പലപ്പോഴും എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കും, ചേച്ചി ഈ രാത്രിയൊക്കെ പോകുമ്പോൾ പേടിയില്ലേ? അങ്ങനെ എനിക്ക് പേടിയൊന്നും തോന്നാറില്ല കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പേടിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല. പക്ഷേ മുമ്പൊക്കെ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ചധികം ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മുന്നിൽ എനിക്ക് എൻ്റെ 2 ലക്ഷ്യം മുന്നിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് എൻ്റെ കടമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടെത്താറായി, കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, ചെറിയ വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും കടുത്ത സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.